ഗൈസ് അപ്പം നമ്മളൊരു BR കളിക്കാൻ പോവാണ്. അപ്പം ഇത് ഫുൾ വീഡിയോയും കൂടെയാണ്. അപ്പം എല്ലാവരും നീ ഫുൾ വീഡിയോ സാധിക്കും. അപ്പം നമുക്ക് നല്ല സപ്പോർട്ട് തരേണ്ടതാണ്. അപ്പം നമുക്ക് റാൻഡം പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. ടീംമേറ്റ്സിൻ്റെ കൂടെ എന്ന് പറയുന്നത് റാൻഡം പ്ലേയേഴ്സ് ഫുൾ സ്ക്വാഡ്. നേരെ ചാടിയേക്കുന്നത് മില്ലിലോട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി വിഷയം പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ എനിമിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവനെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷെഡിൻ്റെ മണ്ട ഇറങ്ങിയ സമയത്ത് ഭയങ്കര അടിയായിരുന്നു താഴോട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്ക് സ്കാറും കിട്ടി. സ്കാർമിനി യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്കോൾ ഫുൾ ഉടുന്നിട്ടുണ്ട്. അപ്പോൾ നൈസിന് സൈഡിലോട്ട് വന്നിട്ട് ഒരുത്തൻ എന്നെ കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി ഗ്ലൂ ആയിട്ട് മാറിപ്പോയി. അപ്പോൾ നേരെ അവൻ്റെ റഷ് ചെയ്തിട്ട് തിരിച്ചടിക്കാൻ നോക്കിയപ്പം ഞാൻ ഒരുത്തൻ 1-ാം നമ്പർ ചുറ്റും ഗ്ലൂ ആണ്, അതിൻ്റെ അകത്തോട്ട് തന്നെ വീണു. അത് കാരണം ഞാൻ മണ്ടയിൽ കൂടെ അവനെ എണ്ണീക്കുന്നുമില്ല, അതിലെ കൂടെ ഇറങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുത്തനോട് ചത്ത് 2-ാം നമ്പർ ചത്ത് കാരണം ഈ തന്നെ പൊങ്ങുന്നൊരു ഐറ്റം ഉണ്ടല്ലോ, അത് കാരണം നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എനിമി അതിലെ കൂടെ കയറിയിട്ട് ഈ ഗ്ലൂവാൾ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ മഴത്ത് നോക്കാം മേളിൽ നിന്ന് ആരെങ്കിലും ചാടി വരുമോ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ സമയത്ത് നോക്കുമ്പോൾ ഗ്ലൂവാൾ നല്ലതായിട്ട് അടിച്ചു പൊടിക്കുന്നത്. ഗ്ലൂവാൾ അടിച്ച് പൊടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് സൈഡിലോട്ടൊന്ന് മാറിയിരുന്നു. അവൻ പെട്ടെന്ന് നോക്കുവായി. അവന് നെറ്റ് എന്തോ പിങ്ങായെന്നോ എന്തോ പറ്റിയതാണ്. അപ്പോൾ അവനെ ഫിനിഷ് ആക്കാൻ വേണ്ടി എനിമി നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലൂവാളിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയാണ്. അടുത്ത അല്ല എക്സ്ട്രോട്ട് എടുത്ത് ഞാൻ. അപ്പോൾ എനിക്ക് വെറും 12-15 HP ഉള്ളത്. അപ്പോൾ ഞാൻ അവനെ നോക്കാക്കി എന്നെ നോക്കാക്കി. അത് കാരണം പെട്ടെന്ന് അവന് ഞാൻ ചത്തുപോയി. എന്ന് പറഞ്ഞാൽ മറ്റേ റിവൈവ് പോയിൻ്റ്, ആ റിവൈവ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് റിവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീമേറ്റ് ബാഗും AC കിറ്റൊക്കെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അപ്പോൾ തന്നെ പൊങ്ങി നമ്മൾ റിവെഞ്ച് ചെയ്യണമെന്ന് വെച്ച് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ ചാടി. പെട്ടെന്ന് മറ്റേ ബ്ലിറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് HP ഒന്ന് വലിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. പിന്നെ മാഗും ബൈസനും കിട്ടി. ബൈസന് പിന്നെ ആമ കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. മാഗിന് അത്ര ആമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിലോട്ട് പോയ സമയത്ത് മാഗിൻ്റെ ആമ കിട്ടി. അത് ഇങ്ങോട്ടുള്ള ദിവസം M80 കൂടെ കിട്ടി. അപ്പോൾ മാഗ് കളഞ്ഞ് M80 എടുത്തിട്ട് നൈസിന് അങ്ങോട്ട് ചാടാൻ നോക്കിയ സമയത്ത് ആ സാധനം എടുത്തിട്ട് ചാടിയതാണ്. അങ്ങോട്ട് പോകാമെന്ന് വെച്ചില്ല. സ്ക്രീൻ പെട്ടെന്ന് അനങ്ങുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കും സെൻസിയൊക്കെ വല്ല ആയിരിക്കും. ഞാൻ പിന്നെ കളഞ്ഞിട്ട് കേട്ടിയോണ്ടാണ് ഈ സംഭവം. എന്നിട്ട് നേരെ സൈഡിൽ നോക്കുമ്പോൾ ഒരടി നടന്നു. അപ്പം എമ്മേറ്റിച്ച് കുത്തി പിടിക്കാൻ വെച്ച് സൈഡിലോട്ട് കയറി വന്നപ്പം AC കിറ്റ് അവിടെ കിടന്നു. നമ്മൾ AC കിറ്റ് എടുത്തുകൊണ്ട് അവിടെ ഈ ബൈസൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്ന സമയത്ത് ഇനി നമ്മൾ ടീമേറ്റ് അടി നമ്മൾ നല്ല അടി കൊടുത്തിട്ട് അവനെ സൈഡിലോട്ട് കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ ബാക്കിലോട്ട് ഓടുമായിരുന്നു. അപ്പോൾ നമ്മൾ AC കിറ്റ് വണ്ടാ പഠിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കയറാത്തപ്പോൾ പിന്നെ കുത്തി അങ്ങ് പിടിച്ച്. അങ്ങനെ ആദ്യത്തെ കില്ല് കൺഫേം ആക്കി. രണ്ടാമത്തെ കില്ല് നോക്കുമ്പോൾ അവനെ ടീമേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ആളും കൂടെ ഉള്ളായിരുന്നു. അതും കൂടെ ഇട്ട് കളഞ്ഞിട്ട് നേരെ അവൻ ഒരു ഡാമ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവൻ കറങ്ങിയ സമയത്ത് അടുത്തതും കൊടുത്ത് അവനെ നോക്കാക്കി. മുകളിലോ അടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 കില്ല് വെറുതെ കിട്ടുമല്ലോ. അപ്പം അവൻ ലെസ്കി കൊണ്ട് പോകണമെന്ന് വെച്ചിട്ട് അവിടെ ഇടിച്ചിട്ട് നേരെ മുമ്പിൽ ഗ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുകളിലുള്ള ACT മാഗ് പഠിച്ചവൻ ചത്തുപോയി. ഞാനും 2-ാം നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നൈസിന് കയറാമെന്ന് ചോദിച്ചപ്പം മണ്ട എനിമി ഇന്ന പോലെ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒന്നും കണ്ടില്ല എനിമിയെ. അവിടെ കണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ നൈസിന് അതൊക്കെ റഷ് ചെയ്ത് അതിലെ കൂടെ കയറാമെന്ന് ചോദിച്ചപ്പം മണ്ടേന്ന് അടി വരുമ്പോൾ നോക്കുന്ന ആ മരത്തിൻ്റെ ബാക്കിലായിരുന്നു. സൈഡിൽ എനിമി കിടന്ന് വെച്ചിട്ട് ഉറപ്പാക്കിയിട്ട് മണ്ടയോട്ട് നോക്കി മരത്തിൻ്റെ അവിടെ നടി. അപ്പോൾ അവനിട്ട് നമ്മൾ എയിം ലോക്കാവുന്നില്ല. ഇപ്പം എന്നാ ചെയ്യുന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോൾ അവന് നമ്മൾ ഒരു 2 അടി കൊടുത്തു. ഒരടിയും കൂടി കൊടുത്തെങ്കിൽ ചത്തേനെ. ചത്തില്ല. പക്ഷെ അവൻ പെട്ടെന്ന് മാറി. അത് കാരണം ആ പ്രതീക്ഷ ഞങ്ങൾ ഓടിച്ചെന്നോടെ തന്നെ പൊക്കാണി പോകുന്നു. ഈ 2-ാം നമ്പർ കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം അവൻ ചത്തുപോയി. ഇപ്പം ചത്തുപോകും. അപ്പം നമ്മൾ ടീമേറ്റിനെയും പൊക്കി നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത്
നമ്മൾ ടീമേറ്റ് 2-ാം നമ്പർ നോക്കാം. അപ്പം എ സി വെച്ച് 2 അടി കൊടുത്തപ്പോൾ അവൻ മാറിയിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് കുപ്പിയൊക്കെ ഇടപെടാതെ പക്ഷെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് നേരെ ആ സൈഡിൽ കൂടെ പോയിട്ട് ഈ സൈഡിൽ കൂടെ വന്നിട്ട് നമ്മൾ ആ ചത്ത സ്ഥലത്ത് വന്ന് നിന്നിട്ട് നോക്കുമ്പം അവനാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ M80 കൊണ്ട് ആ സ്കില്ലെടുത്തിട്ട് ഒറ്റയാടി. പ്രത്യേകിച്ച് അവൻ അടിക്കാനൊന്നും ഗണ്ണ് സ്വിച്ച് ചെയ്താൽ പറ്റില്ല, അത് കാരണം അവൻ പെട്ടെന്ന് ചത്തുപോയി. എന്നിട്ട് നമ്മുടെ ടീമേറ്റിൻ്റെ ബാക്കി പൊക്കാൻ വേണ്ടി നമ്മൾ ടോക്കൺ എടുത്തിട്ട് ടീമേറ്റിനെ പൊക്കാൻ പോകുന്നു. ടീമേറ്റിനെ പൊക്കുന്ന സമയത്ത് ഒരുത്തന്നെ 2 പേര് നമുക്ക് പൊക്കാൻ പറ്റും. അത് കാരണം 2 പേരെ പൊക്കിയിട്ട് നമ്മൾ മണ്ടയിലോട്ട് കയറണമെന്ന് ചോദിച്ചു. മണ്ടയിലോട്ട് കയറണമെന്ന് ചോദിച്ചാൽ അവിടെ എനിമി ഉണ്ടോയെന്ന് ഉറപ്പല്ലായിരുന്നു. അത് സിബ്ലൈനിൽ കൂടെ പോകുമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ മണ്ടയിലോട്ട് കയറിപ്പോയി. മണ്ടയിലോട്ട് കയറിപ്പോയ സമയത്ത് പതുക്കെ കയറണമെന്ന് ചോദിച്ചു. ധൃതിയൊന്നും വേണ്ടല്ലോ, എന്തായാലും പതുക്കെ കളിച്ചാൽ മതി. പക്ഷെ നോക്കും ടീമേറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഫുഡ് സ്റ്റെപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഉറപ്പായി എനിമി പോയി കാണും. എന്നിട്ട് നമ്മൾ നേരെ സിബ്ലൈൻ വിളിച്ച് അപ്പുറത്തെത്തിയപ്പം അവിടെ ഒരു വിസ്ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ അടിക്കാൻ വേണ്ടി പോകുന്ന നിമിഷത്തിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമായിരുന്നു. ഇതെങ്ങനെ ടെലിപ്പോർട്ട് കളിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ മണ്ടേ ഉണ്ടായിരുന്നു, അടുത്തവിടെ ഉണ്ട്. നോക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തോട്ട് പോകുന്നു. ഇവൻ പെട്ടെന്ന് ഓടും, ഞങ്ങളെ കൺമുമ്പിലും ഇല്ലായിരുന്നു. മോർസാണ് നോക്കിയപ്പോഴാണ് പാരഷൂട്ടിൽ ഇറങ്ങി വരുന്നേ ഉള്ളൂ. പറന്നു വരുന്നതിന് ഒരു 61 കൊടുത്ത് അവനെ അടിച്ചിട്ട് സൈഡിൽ കൂടെ ഒരുത്തൻ പോയായിരുന്നു. അവൻ അടി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണമെന്ന് വെച്ച് മറ്റവനെ നോക്കാൻ തുടങ്ങിയപ്പം അവൻ്റെ അടുത്തോട്ട് ഓടിയപ്പം നമ്മുടെ നീറോ നമ്മുടെ ടീമേറ്റ് ഇട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വീണ കാരണം ആ കില്ല് ഫിനിഷാന്ന് വെച്ച് നമുക്കതാണെങ്കിലും കിട്ടത്തില്ല, ടീമേറ്റ് ഇങ്ങനെ കിട്ടട്ടെന്ന് വെച്ച് ആ കില്ല് നമ്മൾ ഫിനിഷാക്കി. നമുക്ക് മുകളിലടി താഴെ എടുത്തിട്ടുണ്ട്. നോക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോൾ അത് നേരെ ടെലിപ്പോർട്ട് സ്പീക്കി വന്നു. ചെന്ന് മറിയമായെന്ന് ഓർത്തിരിക്കണം. അതുകൊണ്ട് അങ്ങോട്ട് പോയ സമയത്ത് ടീമേറ്റ് നല്ല അടി കിട്ടുന്നുണ്ട്. നമ്മളൊരുത്തിന് അടി കിട്ടി അവൻ നോക്കാക്കി. നമുക്ക് മണ്ടയിലും എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ AC അടിച്ച് ഒരെണ്ണം കൊടുത്തോണ്ട് അവൻ നോക്കായി. അത് കഴിഞ്ഞ് അവനെ ഫിനിഷാക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി. അത് കഴിഞ്ഞ് നേരെ അടിയുണ്ടല്ലോ കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി. ഇങ്ങനെ വന്ന സമയത്ത് നോക്കുമ്പോൾ മണ്ടയിൽ അടിയുണ്ട്. ഇപ്പോൾ പീക്കിൽ അവിടെ വന്നപ്പം അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ പോകുമെന്ന് ചോദിച്ചു. സൈഡിൽ കൂടെ പോയിട്ട് ഇതിലെ കൂടെ കോയിൻ എടുത്തിട്ട് ഇങ്ങനെ അടിക്കാനാണ് തുടങ്ങുന്നത്. അകത്തോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ടീമേറ്റ് നോക്കായത്. അപ്പം ടീമേറ്റിന് പൊക്കൊണ്ട് ഓടിയപ്പോഴാണ് ടീമേറ്റിനെ പൊക്കാൻ വേണ്ടി വേറെ സമയത്ത് നമ്മുടെ ടീമേറ്റിനെ എടുത്ത് നോക്കുക. അപ്പുറത്ത് എടുത്ത് നോക്കായി. അവനെ പൊക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നു. പൊക്കാൻ വേണ്ടി ഓടിയിട്ട് പൊക്കിക്കൊണ്ട് സമയത്ത് സ്കൈലറും കൂടെ മോനെ എത്ര ഗ്ലൂവാൾ കയ്യിൽ നിന്ന് പോകുന്നറിയോ. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് സ്കൈലർ നിന്നത് കാരണം ഞങ്ങളെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് ഇദ്ദേഹത്തിനെ കണ്ടു. അപ്പം ഞാൻ അവന് നല്ല ഡാം കൊടുത്തതാണ്, പക്ഷേ സ്കില്ലെന്നെ കൊണ്ടുപോയി. ഇത് ഞാൻ കറക്റ്റ് ടൈമിങ് ഒന്ന് റീലോഡ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ അപ്പോൾ തന്നെ ടീമേറ്റ് അത് കൊണ്ടുപോയി. അത് സൈഡിലോട്ട് വന്ന സമയത്ത് നമ്മുടെ ടീമേറ്റ് അകത്തോട്ട് കയറുമ്പോൾ അവിടെ എന്തോ നിൽക്കുന്നുണ്ട്. എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐസിന് അപ്പോൾ അതൊക്കെ റഷ് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിമയൊന്നുമില്ലായിരുന്നു. നമ്മൾ അതിലേക്ക് കൂടെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ പിന്നെ നോക്കായി. M60 ഒക്കെ ഇട്ടിട്ടുണ്ട്. M60 വെച്ച് M2 അങ്ങനെ എന്തോ പറഞ്ഞു കണ്ടാണ്. M249 അങ്ങനെ എന്തോ ആണ് അതിൽ X ഇട്ടിട്ടുണ്ട്. ഭയങ്കര അടി. എമ്മിൽ നോക്കാവുന്നില്ല എന്നെ അവസ്ഥയെന്ന് ഓർത്ത്. എന്നിട്ട് പിന്നെ നമ്മൾ ടീമേറ്റ് കൊടുത്ത് ഡൗണായി. അപ്പോൾ അവനെ പൊക്കാൻ വേണ്ടി നമ്മൾ നൈസ് കൊണ്ടുപോയ സമയത്ത് മറ്റവനെ നോക്കായി. അപ്പോൾ പിന്നെ വേണമെന്ന് ചോദിച്ചാൽ എന്തായാലും ബാക്കിൽ നിന്ന് വല്ല അടിവെല്ലാം കിട്ടി കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 4-ാം നമ്പറിൻ്റെ കൂടെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ M249 അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ആ മറ്റേ ചരന്തിയെ പൊട്ടിച്ച് കളഞ്ഞ് നോക്കുമ്പോൾ അവന്മാർ അങ്ങോട്ട് പൊക്കാൻ വേണ്ടി ഓടുന്നത്. പൊക്കാൻ വേണ്ടി M8 ആമയും കൂടെ എടുത്ത് നമ്മൾ നൈസിന് വിടുന്ന സമയത്ത് അവൻ താഴോട്ടിറങ്ങി. ഇത് എന്നാൽ പിന്നെ ഞാൻ മറ്റവനെ പോയി പൊക്കാമെന്ന് വിചാരിച്ച് 1-ാം നമ്പറിനെ പൊക്കാമെന്ന് വെച്ചാൽ 1-ാം നമ്പറിനെ പൊക്കാൻ വേണ്ടി താഴോട്ട് പോയ സമയത്ത് സിബിലേ കിട്ടിയില്ല. സിബിലേ കിട്ടി നേരെ താഴോട്ട് വന്നിട്ട് എനിമി അടിക്കണ്ടെന്ന് തിരിഞ്ഞ് വന്നിട്ട് അപ്പോൾ ട്രക്ക് കണ്ട്. ആ ട്രക്കിൻ്റെ മണ്ടയിൽ കയറിയപ്പം മോളത്തവന് 4 നമ്പറിന് ചത്തുപോയി. നോക്കായി കഴിഞ്ഞ് എന്നാൽ പിന്നെ ഒരുത്തന്നെ പൊക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. അത് കാരണം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അത് കഴിഞ്ഞ് പോപ്പുലേഷൻ്റെ ആ റിവൽ പോയിൻ്റ് അവിടെ ഫുള്ള് സോം വന്ന് നിൽക്കുകയാണ്.
അപ്പോൾ അവിടെ ഭയങ്കര അടിയാണ്. അപ്പം നേരെ പോയിട്ട് നല്ലതായിട്ട് വലിക്കുന്നുണ്ട്, സോൺ അല്ലാതെ വലിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ വലിക്കുന്നുണ്ട്. എന്നിട്ട് 1 നമ്പർ നമ്മൾ പൊക്കി നേരെ നമ്മൾ ട്രക്കിന് വേണ്ടി ഒരുത്തനെ കൂടെ പൊക്കിയായിരുന്നു ചോദിച്ചു. ഒരുത്തനെ കൂടെ പൊക്കണമെന്ന് വെച്ച് നമ്മൾ നയിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്നും രക്ഷപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ട്. എന്നിട്ട് നേരെ അതെടുത്ത് വരാൻ മനസ്സിലായി ഒരെണ്ണം കൂടെ. അപ്പോൾ ഏതെങ്കിലും ഒരുത്തിനെ കില്ല് ചെയ്യാൻ നിങ്ങൾ സൈഡിൽ അടിയാൻ കൊണ്ട് നോക്കുമ്പോൾ വീണ്ടും ഉള്ളിൽ ജനലിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുന്നു. അപ്പം അപ്പുറത്തൂടെ വരാൻ അപ്പുറത്തൂടെ വണ്ടപ്പ് കൊടുക്കുന്ന വെച്ച് ഇപ്പുറത്ത് വന്നു. അപ്പുറത്ത് ഇറങ്ങുന്ന ഒരെണ്ണം കൊടുത്ത് അവനെ ഞെക്കി പിടിച്ച് നോക്കാക്കി. എന്നിട്ട് ഫിനിഷ് ആക്കിയിട്ട് 70 രൂപയായിരുന്നു. അവനെ ടീമേറ്റ് ഒരുത്തിലോട് പൊക്കാന്ന് വെച്ച് ഓടിയിട്ട് പക്ഷെ പൊക്കൊന്നുമില്ല. പൊങ്ങാൻ പറ്റത്തില്ല. എന്നെ അവസ്ഥയെന്ന് പറഞ്ഞത് മറ്റേ സ്വിച്ച് കിട്ടുന്നില്ല. ആ സ്വിച്ച് കിട്ടാത്തതുകൊണ്ട് നേരെ ഈ വണ്ടി കിടക്കുന്നില്ല ഗരീനയുടെ ഓരോ ആടാവേ. എന്നിട്ട് അവിടെ കണ്ട ഒരു കാറ് കണ്ടു. അപ്പോൾ കാറിൻ്റെ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പുറത്തൊരു കാറ് കത്തിപ്പോയി അവതിൽ. എന്നിട്ട് നേരെ അതും അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ ബൂസ്റ്റർ ഇട്ടപ്പം അത് പെട്ടെന്ന് അനങ്ങി. എന്നിട്ട് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചൊക്കെ കയറി. അപ്പോൾ ടീമേറ്റ് നല്ല അടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസിൽ അങ്ങോട്ട് കയറാൻ ബെഡടിച്ച് നേരെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഈ വീടായിരിക്കുന്നു പച്ച വീട്. പക്ഷെ പച്ച വീണതല്ലെന്ന് അപ്പുറത്തായിരുന്നു. നല്ല ഇപ്പോൾ സ്ലോ ആക്കി കൊണ്ട് നിർത്തി. എന്നിട്ട് പിന്നെ പൈസ കൊടുത്ത് നേരെ കയറിച്ചത്. അപ്പോഴാണ് ഫുൾ ബെഡ് ആക്കിയത്. എന്നിട്ട് നേരെ അവൻ്റെ ടീമിനടുത്ത് വന്ന് ഒരു വണ്ടി ഇടിച്ചു. എൻ്റെ വണ്ടിയും പോയി, ആ വണ്ടി കഴിച്ചു പോയി. എന്നിട്ട് ഭയങ്കര ഒച്ചയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ടീമേറ്റിൻ്റെ അടുത്ത് വന്ന സമയത്ത് ടീമേറ്റ് ഭയങ്കര അടി ഗ്ലൂവോളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലിൻ്റെ അവിടെ വയ്ക്കണം. അവനൊരു 14 കൊടുത്ത് വന്നാൽ അവൻ പെട്ടെന്ന് ഗ്ലൂവാളിട്ട് ടീമൻ ലോക്കാന്ന് എന്ന അവസ്ഥ കണ്ടിട്ട് ഇത് ഗ്ലൂവാളും പൊട്ടിച്ചപ്പോൾ അവനെ കാണുന്നില്ല. 5 പേരോട്ടാണ് ആ ലൈവ്. അത് കാരണം ഇപ്പോൾ 4 കില്ലും കൂടെ 5 കില്ലും കൂടെ ഉണ്ട്. പഞ്ചാലൈവ് 5 കില്ലും കൂടെ ഉള്ളതുകൊണ്ട് ഈ കളി ബുയ്യ അടിക്കാൻ മാക്സിമം സാധ്യത നമുക്ക് കൂടുതലാണ്. എന്നിട്ട് നമ്മൾ നേരെ നോക്കുവാണ്. പക്ഷേ എനിമിയെ കാണുന്നില്ല. എനിമി മണ്ടലാണ്, താഴെയാണ്, എവിടെയൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ നൈസിന് മണ്ടലോട്ട് കയറാന്ന് വെച്ചു. മണ്ടലോട്ട് കയറിയപ്പോഴാണ് അവിടെ നിന്നൊരു അടി വന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സൈഡിലോട്ട് കയറാൻ വേണ്ടി നോക്കി. അപ്പോൾ മണ്ടലുണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഇതിന് അതിൻ്റെ തല കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ ടീമേറ്റും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് പോയി നോക്കി. അപ്പം അപ്പുറത്ത് അടി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് കുറച്ച് രക്ഷപ്പെട്ട് കാണും. അപ്പം സ്കോപ്പൊക്കെ ഇട്ട് നിങ്ങൾക്ക് സൈഡിലൊന്നും ഇല്ല. പിന്നെ വീടിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ 2 പേരുണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ അടി കൊടുത്തിട്ട് ഇതൊന്നും ഇനിയും നോക്കാനില്ല. എന്തായാലും നീ അവിടെ നിന്ന് പണി കിട്ടുമെന്ന് വെച്ചിട്ട് കടന്ന് ആ മണ്ടേന്ന് അടി പിന്നെ അടി ഉണ്ടാക്കി. അപ്പം ഞാൻ മണ്ടോട് കയറാമെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ കെട്ടിടം പോലിരിക്കുന്ന സാധനത്തിന് ഈ ടവറിൻ്റെ മണ്ട അടുത്താന്ന് വെച്ചു. പക്ഷേ നമുക്ക് അപ്പുറത്ത് കല്ലിൻ്റെ അപ്പുറത്തായിരുന്നു. അപ്പം അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഐസിന് സ്കോപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അവൻ്റെ തല വല്ലതും കിട്ടുമോ. അല്ല അവനെ അടിച്ചെങ്കിൽ പിന്നെ അവനെ മനസ്സിലാവും നമ്മളുണ്ട്. അത് കാരണം തലേന്ന് കണ്ടാത്തതുകൊണ്ട് സ്കോപ്പൊക്കെ മാറ്റി താഴോട്ടും കൂടെ നോക്കി. ആരും കണ്ടില്ല. നോക്കുമ്പോൾ അവൻ താണ്ട് ഇങ്ങോട്ട് പോയിരുന്നു. എന്നാൽ പിന്നെ ഒരു കൂട്ടോട്ട് കൊടുക്കാൻ അവനെ നമ്മൾ അടിച്ചിട്ട് ചൂട്ടെടുക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ താഴെ നല്ല അടി കിട്ടി. അപ്പോൾ നമ്മൾ ചുമ്മാ ലോക്കാക്കിയപ്പം ആ സമയത്ത് നമ്മൾ അടിച്ചാണ്. പിന്നെ നമ്മുടെ ടീമേറ്റ് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ ടീമിൽ നമുക്ക് എത്തിയിട്ട് തന്നു. അപ്പോൾ നമ്മൾ ഫുൾ മണ്ട് ഉണ്ടാക്കി അടിക്കാന്ന് വെച്ചു. അവിടെ ഇൻഹേലറും കൂടെ വലിച്ച് നമ്മൾ നേരെ താഴത്ത് പോയ സമയത്ത് താട്ടിറങ്ങിയില്ലേ വീണ്ടും സൈഡിൽ നിന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ താഴത്തിറങ്ങി ഇത്രയായിട്ട് അടി അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ ടീമേറ്റിനെ ടീമിന് നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. അപ്പോൾ സോണും കൂടെ വന്ന സമയത്ത് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ നമ്മൾ നൈസിന് ഗ്ലൂവാൾട്ട് ഒരു മെഡോൾ അടിക്കാൻ നിൽക്കും. അപ്പോൾ മറ്റേ ക്യാരക്ടർ ആയി. അപ്പോൾ നമുക്ക് ക്യാരക്ടറും കൂടി ഇട്ട് കയറിയപ്പോൾ കറക്റ്റ് സോൺ അടുത്ത് വന്നിട്ട് നിന്ന് എന്നിട്ട് ഒരുത്തിനെ നമ്മൾ നോക്കാക്കി. എന്നിട്ട് നമ്മൾ സൈഡിൽ ഗ്ലൂവാൾട്ട് എന്നിട്ട് നമ്മൾ സൈഡിലൊരുത്തനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവനിട്ട് നല്ല അടി കൊടുത്തു. പക്ഷെ അവൻ ചത്തില്ല. നമുക്ക് ഓസ്കാർ ഇട്ട് എൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ട് അവൻ അടിച്ചിട്ടു. അപ്പം നമ്മുടെ ടീമേറ്റ് മാത്രമേ ഉള്ളൂ ഈ കളി പോയെന്ന് വിചാരിച്ച്. എന്നാൽ ഞാൻ അവന് വേണം എടുക്കാം, പൊട്ടാസിൻ്റെ ഒരെണ്ണം കൊടുത്താൽ മതി. പക്ഷെ അവന് ഫുൾ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പം എൻ്റെ കില്ല് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നോക്കുമ്പോൾ അവനെ കില്ല് പൊക്കി കൈസ്. അതിന് ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് സമയത്ത് അവനെ ഓസ്കാർ മറ്റേ നീറോ ഇട്ട് ഒരുത്തനെ കൊടുത്തപ്പോൾ തന്നെ മറ്റവൻ ആ നീറോയ്ക്കകത്ത് വീണ് അവനും ചത്തുപോയി. ഞങ്ങൾ ബുയ്യാൻ കിട്ടി.